അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് കുറേ പേരിരുന്ന് ഉറങ്ങുകയാണ്. ഞാനങ്ങ് പുറകിലേക്ക് നോക്കിയപ്പോൾ അങ്ങ് ദൂരെ ഒരു സ്റ്റീൽ കുറ്റിയിൽ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് വെള്ളം കുടിക്കാനെന്ന വ്യാജേനെ ചുമ്മാ ഒരു ഗ്ലാസ്സുമൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് ആ കുറ്റിയുടെ ചുറ്റും പോയി നിൽപ്പുണ്ട്. ഏതായാലും ഉറങ്ങിക്കൊണ്ടിരുന്നവരെ ഞാൻ എഴുന്നേൽപ്പിക്കാനോ കൈയടിപ്പിക്കാനോ പോയില്ല. വെള്ളം കുടിക്കാനായിട്ട് പോയവരോട് വേഗം വന്ന് ക്ലാസ്സിലിരിക്കുക എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഈ മൈക്കിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന വിഷയം നമുക്ക് എങ്ങനെ പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റും എന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞില്ല, ഉറങ്ങിയവരൊക്കെ കണ്ണു തുറന്നു. വെള്ളം കുടിക്കാൻ പോയവർ ഓടി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയുയർത്തി കൈയടിച്ച്. അപ്പം ഏതായാലും ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ സാമ്പത്തിക മേഖലയിൽ തകർന്നിരിക്കുന്ന ആളുകളുണ്ട്. നമുക്കെങ്ങനെ ഈ തകർച്ചയെ നമുക്ക് നേരിടാൻ കഴിയും, നമുക്കെങ്ങനെ ഈ തകർച്ചയിൽ നമുക്ക് മോചനം പ്രാപിക്കാൻ കഴിയും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്നവരുടെ ഉള്ളിൽ നല്ല സമാധാനം ഉണ്ടാകണം. അതാണ് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഹല്ലേലൂയ. നമ്മുടെ കൈയടിച്ചേ. പ്രിയപ്പെട്ടവരെ, സാത്താനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: സാത്താൻ നുണയനാണ്, അവൻ നുണയുടെ പിതാവുമാണ്. എന്ന് പറഞ്ഞാൽ നുണയുടെ മൊത്ത വ്യാപാരം ചെകുത്താൻ്റെ കയ്യിലാണ് ഇരിക്കുക. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു നുണ പറഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹം. എവിടെ കിട്ടും നുണ? നുണയുടെ മുഴുവൻ മൊത്ത കച്ചവടം ചെകുത്താൻ്റെ കയ്യിലാണ്. അപ്പോൾ ചെകുത്താനെ കോണ്ടാക്റ്റ് ചെയ്യാതെ ഒരിക്കലും നിനക്ക് നുണ കിട്ടിയല്ല. ഹല്ലേലൂയ. അങ്ങനെ നീ ഒരു നുണ സ്വീകരിച്ചാൽ ഈ നുണ ശരിക്കും ചെകുത്താൻ്റെ സമ്പത്താണ്. ചെകുത്താൻ്റെ സമ്പത്ത് നമ്മുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം ചെകുത്താൻ നമ്മുടെ അടുത്തുനിന്ന് പോയില്ല. കാരണം അവൻ്റെ സ്വത്ത് നമ്മുടെ ഉള്ളിലിരിക്കുക. അപ്പം അതുകൊണ്ട് ആ നുണ കളഞ്ഞാൽ മാത്രമേ ചെകുത്താൻ നമ്മുടെ അടുത്തുനിന്ന് പോവുകയുള്ളൂ. നുണ എങ്ങനെയാണ് കളയുന്നത്? കുറേ പേര് കൂടി നുണയെ ഇറങ്ങിപ്പോവും. അങ്ങനെ പറഞ്ഞാൽ നുണ പോവുമോ? ഇല്ല. ഹല്ലേലൂയ. നുണ പോകണമെങ്കിൽ സത്യം ഗ്രഹിക്കണം. സത്യം ഗ്രഹിച്ചാൽ നുണ പോകും. എന്താണ് സത്യം?
ദൈവവും ദൈവവചനവുമാണ് സത്യം. അപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നുണ പോകും. നുണ പോകുന്ന വഴി നമുക്കെന്ത് കിട്ടുന്നു? പൈശാചിക പീഡയിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടുന്നു. ഒന്നുകൂടെ കൈയടിച്ചേ. ഹല്ലേലൂയ. ദൈവം എന്തിനാണ് നമ്മളിലേക്ക് വരുന്നത്? വചനം പറയാണ്, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായിട്ടുണ്ടാകുവാനുമാണ് ദൈവം വരുന്നത്. സാത്താൻ എന്തിനാണ് വരുന്നത്? കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനും അത്രേ. എന്നാൽ കൈയുയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, ഈ സാമ്പത്തിക മേഖലയിൽ വലിയ തകർച്ച അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരൊരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെ തകർച്ച അനുഭവിക്കുന്ന ആളുകൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് ചില നുണചിന്തകൾ അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ നുണ മാറ്റിക്കളയാത്തിടത്തോളം കാലം ഇവർക്ക് ഒരിക്കലും ഒരു കാലത്തും സാമ്പത്തിക മേഖലയിൽ ഒരു പുരോഗതി ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ചിലർ എന്ത് ചെയ്താലും സാമ്പത്തിക മേഖലയിൽ അവർക്ക് പുരോഗതിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം സമ്പത്തുമായി ബന്ധപ്പെട്ട് ചില നുണചിന്തകൾ അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ നുണ മാറ്റിക്കളഞ്ഞാൽ മാത്രമേ ഈ മേഖലയിൽ അവർക്ക് ഒരു പുരോഗതി ഉണ്ടാകുകയുള്ളൂ. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബൈബിൾ നമുക്ക് പറഞ്ഞു തരികയാണ്, സമ്പത്ത് ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ് സമ്പത്ത്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ചില ചോദ്യങ്ങൾ ഉയരും. അല്ല, അധ്വാനിച്ചല്ലേ സമ്പത്തൊക്കെ ഉണ്ടാക്കേണ്ടത്? ഇവിടെ ഒരു ചോദ്യം വരികയാണ്. ഈ ഭൂമിയിൽ അധ്വാനിക്കുന്ന പലരുമാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. രാവും പകലുമില്ലാതെ മണ്ണിൽ കടന്ന് ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന പലരും അർത്ഥപഠനക്കാരാണ്. അപ്പം അതുകൊണ്ട് സമ്പത്ത് എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. അത് നമ്മുടെ മിടുക്ക് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഉണ്ടാകുന്നതല്ല. ഒന്ന് കൈയുയർത്തി കൈയടിച്ച്. ഹല്ലേലൂയ. കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് അതുകൊണ്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആയിക്കോട്ടെ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ ചില വ്യക്തികൾ ജന്മം കൊണ്ട് തന്നെ സമ്പന്നരായി തീർന്നിട്ടുണ്ട്. അതായത് പണമുള്ള വീട്ടിൽ അവർ ജനിച്ചു. അതുകൊണ്ട് അവർ സമ്പത്തിൻ്റെ അവകാശിയായി. ചിലർ ജനിച്ചത് ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിലാണ്. അതുകൊണ്ട് അവർ ദാരിദ്ര്യത്തിൻ്റെ ഭാഗമായി. ഇനി പണമുള്ള വീട്ടിൽ ജനിക്കാൻ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ദൈവം നിന്നെ ആ വീട്ടിൽ ജനിക്കാൻ തിരഞ്ഞെടുത്തു. ഇനി ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിൽ ഒരാൾ ജനിക്കാൻ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുറ്റമോ കുറവുകളോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ദൈവം ആ വ്യക്തിയെ അവിടെ ജനിക്കാൻ തിരഞ്ഞെടുത്തു. ഇത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് സമ്പത്തുള്ള വീട്ടിൽ ജനിച്ച വ്യക്തിയുടെ എന്തെങ്കിലും ഒരു യോഗ്യത കൊണ്ടല്ല. ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിൽ ഒരു വ്യക്തി ജനിച്ചത് ആ വ്യക്തിയുടെ എന്തെങ്കിലും അയോഗ്യത കൊണ്ടുമല്ല. ഹല്ലേലൂയ. അത് ദൈവം എടുത്ത ഒരു തീരുമാനമാണ്. ഒന്ന് കൈയടിച്ചേ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് സങ്കല്പിക്കുക. ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവർക്കും രണ്ട് കണ്ണും ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവർക്കും രണ്ട് കണ്ണും ഉണ്ടെങ്കിൽ നമ്മളെന്ത് പറയും? ജനിച്ചോ രണ്ട് കണ്ണും ഉണ്ടായിരിക്കും. അത് പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ്. ജനിച്ചോ രണ്ട് കണ്ണും ഉണ്ടായിരിക്കും. കണ്ടില്ലേ, എല്ലാവർക്കും രണ്ട് കണ്ണ്. എന്നാൽ ചിലർക്ക് രണ്ട് കണ്ണും ഇല്ലെങ്കിലോ? അപ്പം നമ്മൾ ചോദിക്കാൻ തുടങ്ങും, അതെന്തുകൊണ്ടാണ് ചിലർക്ക് രണ്ട് കണ്ണും ഇല്ലാതെ പോയത്? ആ രണ്ട് കണ്ണും ഇല്ലാതിരിക്കാൻ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. രണ്ട് കണ്ണും ഉണ്ടാകാൻ കണ്ണുള്ളവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ രണ്ട് കണ്ണും ഉള്ള ഒരാൾ, അയാളുടെ മുമ്പിലേക്ക് രണ്ട് കണ്ണും ഇല്ലാത്ത, ജന്മനാ രണ്ട് കണ്ണും ഇല്ലാത്ത ഒരാൾ കടന്നു വരുന്നു. അങ്ങനെ കടന്നു വരുമ്പോൾ ഈ രണ്ട് കണ്ണുമുള്ള വ്യക്തിയുടെ മുമ്പിൽ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്ത എന്താണ്? അല്ല, എനിക്കും അങ്ങനെ രണ്ട് കണ്ണും ഇല്ലാതെ ജനിക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ആരോ എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് എനിക്ക് രണ്ട് കണ്ണും തന്നു. ആ വ്യക്തിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായില്ല. അതുകൊണ്ട് ആ വ്യക്തിക്ക് രണ്ട് കണ്ണും ഇല്ലാതെ പോയി. രണ്ട് കണ്ണും എനിക്ക് കിട്ടാൻ കാരണം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും യോഗ്യത ഉള്ളത് കൊണ്ടല്ല. എൻ്റെ കാര്യത്തിൽ ആരോ ഇടപെട്ട് എനിക്ക് രണ്ട് കണ്ണ് തന്നു, മറ്റേ വ്യക്തിക്ക് രണ്ട് കണ്ണും കൊടുത്തില്ല. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് രണ്ട് കണ്ണും ഇല്ലാത്ത വ്യക്തികളെ കാണുമ്പോഴാണ് എൻ്റെ രണ്ട് കണ്ണും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കുക. ഇത് വേറെ ആരാ നമുക്ക് തന്നത്? ദൈവം, അല്ലാതെ വേറെ ആരാ? ഹല്ലേലൂയ. അപ്പം നിൻ്റെ രണ്ട് കണ്ണും ദൈവത്തിൻ്റെ ദാനമാണെന്ന് നിന്നെ ഓർമ്മിപ്പിക്കുന്ന വ്യക്തികളാണ് കണ്ണില്ലാത്ത ആളുകൾ. ഹല്ലേലൂയ. ഉണ്ടോ? ഞങ്ങൾക്ക് രണ്ട് കണ്ണും തന്നില്ല, ദൈവം നിനക്ക് രണ്ട് കണ്ണും തന്നു, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ മരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ ദാനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അതേ ദാനങ്ങൾ കിട്ടാതെ പോയിട്ടുള്ള ആളുകളെ ദൈവം എപ്പോഴെങ്കിലും നമ്മുടെ മുമ്പിലൂടെ കൊണ്ടുവരും. കണ്ണില്ലാത്തവർ, ചെവിയില്ലാത്തവർ, കാലില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, എന്തൊക്കെ ദാനങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതേ ദാനങ്ങൾ കിട്ടാതെ പോയിട്ടുള്ള ആളുകളെ നീ മരിക്കുന്നതിന് മുമ്പ് നീ കാണും. അപ്പം എന്താണ് അവരൊക്കെ നിന്നോട് സംസാരിക്കുന്നത്? കണ്ടോ, നിനക്കും ഇങ്ങനെ ജനിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു, നിൻ്റെ കാര്യത്തിൽ ആരോ ഇടപെട്ട് നിന്നെ സഹായിച്ചു. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഓരോ ദാനങ്ങളും ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നിന്റെ മിടുക്ക് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഉണ്ടായതല്ല, ദൈവം തന്നതാണ്. ആ ദൈവം തന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അത് കിട്ടാതെ പോയിട്ടുള്ള ഓരോ വ്യക്തിയും. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ചോദ്യം, നമ്മുടെ അധ്വാനത്തിന് പ്രസക്തിയൊന്നുമില്ലേ? ഹല്ലേലൂയ. ഒരിക്കലും ഒരു സഹോദരൻ പറഞ്ഞു, എല്ലാവരും പോത്തുപോലെ കിടന്നുറങ്ങിയപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് ഉറക്കമിളച്ച് വായിച്ച് പഠിച്ച് അങ്ങനെ ഉയർന്ന ഒരു ഡിഗ്രി കരസ്ഥമാക്കി
അതേ തുടർന്ന് ഉന്നതമായ ഒരു ജോലി കിട്ടി, അതേ തുടർന്ന് ഉയർന്ന ശമ്പളവും കിട്ടി. അങ്ങനെ സാമ്പത്തികമായി ഞാൻ നല്ല നിലയിൽ എത്തി. അപ്പോൾ ഈ വ്യക്തി പറയുന്നത് എൻ്റെ കഠിനമായ പരിശ്രമം കൊണ്ടാണ് ഞാൻ സമ്പന്നനായത് എന്നാണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം, ഈ പഠിക്കാനും വായിക്കാനും ഒക്കെയുള്ള കഴിവ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? നമ്മൾ അറിഞ്ഞിരിക്കുക, ഇപ്പോൾ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ടു പേർക്കും പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെ ആയാൽ അവർക്ക് ജനിക്കുന്ന കൊച്ചിനും പാട്ട് പാടാനുള്ള കഴിവുണ്ടാകും. നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവെല്ലാം ജനറ്റിക്കലാണ്. നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാരിലൂടെയൊക്കെ ആ ക്രോമസോണിലൂടെയാണ് നമുക്ക് ഈ കഴിവുകളെല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ കഴിവുകളെല്ലാം തന്നെ ജനറ്റിക്കലാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, അപ്പനെയും അമ്മയും ആരാ തന്നത്? നീ പോയി തിരഞ്ഞെടുത്തതാണോ? അല്ലല്ലോ. മാതാപിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് തന്നത് ദൈവമാണ്. നമുക്കവിടെ ഒരു കഴിവുമില്ല. അപ്പോൾ അവരിലൂടെയാണ് നമുക്ക് ഈ കഴിവെല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ദൈവം അങ്ങനെ ഒരു കഴിവ് തന്നതുകൊണ്ടാണല്ലോ നമുക്കതിൽ പ്രവർത്തിക്കാനും അതിൽ പുരോഗമിക്കാനും സാധ്യമായി തീർന്നത്. ആ കഴിവില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ലല്ലോ. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. ഈശ്വരമാണ്. ഒരിക്കൽ ഒരാൾ തൻ്റെ പറമ്പിൽ ഒരു കിണർ കുഴിച്ചു. 10 അടി താത്തി വെള്ളം കിട്ടിയില്ല, 20 അടി താത്തി വെള്ളം കിട്ടിയില്ല, 30 അടി താത്തി വെള്ളം കിട്ടിയില്ല, 40 അടി താത്തിയപ്പോഴേക്കും വെള്ളം വന്നു. അപ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ 40 അടി താത്തി വെള്ളം വരുത്തിയെന്ന്. അപ്പോൾ ഒരു ചോദ്യം, ഈ 40 അടി താഴെ ദൈവം വെള്ളം കരുതി വെച്ചില്ലായിരുന്നുവെങ്കിൽ ഇയാൾ 40 അല്ല 40,000 അടി താത്തിയാലും പ്രയോജനമില്ല. ദൈവം 40 അടി താഴെ വെള്ളം കരുതി വെച്ചത് കൊണ്ടാണ് ഇയാൾ 40 അടി താത്തിയപ്പോൾ വെള്ളം കിട്ടിയത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ അധ്വാനത്തെയാണ് പർവ്വതീകരിച്ച് പറയുക. ഞാൻ 40 അടി താത്തി വെള്ളം വരുത്തി. വാസ്തവത്തിൽ ദൈവം ആ 40 അടി താഴെ വെള്ളം കരുതി വെച്ചില്ലായിരുന്നെങ്കിൽ ഇയാളുടെ 40 അടി താത്തിയത് വെറുതെ ആയിപ്പോയേനെ. അപ്പോൾ ദൈവം കരുതി വെച്ചു എന്നതിനാണ് പ്രാധാന്യം. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ അധ്വാനത്തെയാണ് വലുതാക്കി അവതരിപ്പിക്കുക. ഹല്ലേലൂയ. ദൈവം കരുതി വെച്ചു എന്നത് നമ്മളങ്ങോട്ട് മൗനം പാലിക്കുന്നു, അംഗീകരിക്കും. പക്ഷേ അത് നമ്മൾ അങ്ങോട്ട് ഉയർത്തി പറയാറില്ല. നമ്മുടെ അധ്വാനത്തെ ഉയർത്തി പറയും. അപ്പോൾ എൻ്റെ അധ്വാനം, എൻ്റെ മിടുക്ക്, എൻ്റെ സാമർഥ്യം, അതൊക്കെയാണ് നമ്മൾ അങ്ങനെ പൊക്കി പൊക്കി പറയുക. അപ്പം അതുകൊണ്ട് എന്നാൽ ദൈവം കരുതി വെച്ചു, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുതുന്ന സ്നേഹം, അതാണ് വാസ്തവത്തിൽ നമുക്ക് ഇതെല്ലാം നേടിത്തന്നിരിക്കുന്നത്. എന്നാൽ നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ആണ് പലപ്പോഴും ചിന്തിക്കുക. നമ്മുടെ അധ്വാനത്തിന് പ്രാധാന്യം കൊടുക്കും. അങ്ങനെ നമ്മുടെ അധ്വാനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകാൻ ഇടയുള്ള ഒന്നാണ് അഹങ്കാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അധ്വാനിക്കുന്ന എല്ലാ മനുഷ്യരും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അഹങ്കാരത്തിലേക്ക് വീഴാതിരിക്കുക എന്നത്. അഹങ്കാരം വന്നാൽ എന്താ സംഭവിക്കുക? അതുകൊണ്ട് തകർച്ച ആരംഭിച്ചു. അതുകൊണ്ട് അധ്വാനിക്കുന്ന എല്ലാവരും സൂക്ഷിക്കണം അഹങ്കാരത്തിൽ ചെന്ന് വീഴാതിരിക്കാൻ. ഒന്ന് കൈയടിച്ച്. അപ്പം ഈ ഒരു കാര്യം ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ദൈവം ഇത് പഠിപ്പിക്കുന്നതെന്നറിയാമോ? ദൈവം തന്നെ ഈ ഭൂമിയിൽ വന്ന് ജോലി ചെയ്ത് നമുക്കൊരു മോഡല്, ഒരു മാതൃക കാണിച്ചു തരികയാണ്.
ഹല്ലേലൂയ. ജോലി ചെയ്യുന്ന നമ്മുടെ മുമ്പിൽ ദൈവം തന്നെ ജോലി ചെയ്ത് ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. നമ്മൾ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, അതായത് ബൈബിൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ജോലി ചെയ്യുന്ന ദൈവത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ഒരാഴ്ചത്തെ ജോലി പ്രോഗ്രാമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ നോക്കിക്കേ, അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? ദൈവം 1-ാം ദിവസം ഇന്നത് ചെയ്തു, 2-ാം ദിവസം ഇന്നത് ചെയ്തു, 3-ാം ദിവസം ഇന്നത് ചെയ്തു. കണ്ടോ? അങ്ങനെ ദൈവത്തിൻ്റെ ജോലി പ്രോഗ്രാമാണ് നമ്മൾ ബൈബിള് ആരംഭത്തിൽ തന്നെ വായിക്കുന്നത്. അങ്ങനെ 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിക്കേണ്ടത് മുഴുവനും സൃഷ്ടിച്ചു. 6-ാം ദിവസം ദൈവം എന്തു ചെയ്തു? മനുഷ്യനെയും സൃഷ്ടിച്ചു. അപ്പോൾ 6 ദിവസം കൊണ്ട് ദൈവത്തിൻ്റെ ചെയ്യേണ്ട ജോലി മുഴുവനും ദൈവം ചെയ്തു. നമുക്കറിയാം, ഒരാഴ്ച എന്ന് പറയുന്നത് 7 ദിവസമാണ്. അപ്പോൾ 6 ദിവസത്തെ ദൈവത്തിൻ്റെ ജോലി പ്രോഗ്രാം കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. എന്നാൽ 7-ാം ദിവസം കൂടെ ചേരുമ്പോഴാണ് ഒരാഴ്ചയാവുകയുള്ളൂ. ആ 7-ാം ദിവസം ദൈവം എന്തു ചെയ്തു എന്നാണ് ബൈബിളിൽ പറയുന്നത്? 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. അപ്പോൾ അതും കൂടെ ചേരുമ്പോഴാണ് ഒരാഴ്ചയാകുന്നത്. അപ്പോൾ ബൈബിൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്, നീ ജോലിയെല്ലാം ചെയ്തതുകൊണ്ട് ആ ജോലി പൂർണ്ണമാകുന്നില്ല. 7-ാം ദിവസം ദൈവം ചെയ്ത കാര്യം കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് അത് പൂർണ്ണമാകുക. 7-ാം ദിവസം ദൈവം എന്താണ് ചെയ്തത്? ദൈവം വിശ്രമിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അതോടെ എങ്ങനെയാണ് ദൈവം വിശ്രമിച്ചത്? 6 ദിവസം ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളെയും അവിടെ നിന്ന് വിശുദ്ധീകരിച്ച് അതിനെ അനുഗ്രഹിച്ചു. ഇതാണ് 7-ാം ദിവസം ദൈവം ചെയ്തത്. അവയെ വിശുദ്ധീകരിച്ചു, അങ്ങനെ അതിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഏതൊരു ജോലിയും പൂർത്തിയാകണമെങ്കിൽ ആ ജോലി ചെയ്തു എന്നതുകൊണ്ട് അത് പൂർത്തിയായില്ല. നമ്മൾ ആ ജോലിയെ വിശുദ്ധീകരിക്കുക കൂടി ചെയ്യണം. അപ്പോഴാണ് ആ ചെയ്ത ജോലി നിനക്ക് ഒരു അനുഗ്രഹമായി മാറുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, നമ്മളിൽ പലരും ജോലിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പല ജോലിയും നമുക്ക് പലപ്പോഴും അനുഗ്രഹമായി തീരാറില്ല. നാളൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഗൾഫിൽ നല്ല ജോലി ഉണ്ടായിരുന്നു, എന്നിട്ടോ ഇഷ്ടം പോലെ കാശ് കൈ കിട്ടി. എന്നിട്ട് എന്നെ അച്ഛാ വെള്ളപ്പൊക്കം പോലെയാ, അതുപോലെ ഇറങ്ങി അങ്ങ് പോയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് അത് പ്രയോജനപ്പെട്ടില്ല. കാശൊക്കെ കൈ വന്നു, പക്ഷെ എനിക്ക് അത് പ്രയോജനപ്പെട്ടില്ല. ഇത് പലരുടെയും ഒരു ജീവിതാനുഭവമാണ്. ജോലിയൊക്കെ ചെയ്തു, എന്നിട്ടോ കാശ് കൈ കിട്ടി, അതും കിട്ടി, എന്നിട്ടോ പക്ഷെ നമുക്ക് അത് പ്രയോജനപ്പെട്ടില്ല. കിട്ടിയതുപോലെ കയ്യിൽ നിന്ന് അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ഇത് തൊഴിൽ മേഖലയിൽ പല ആളുകളും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. അതായത്, നീ ചെയ്യുന്ന ജോലി നിനക്ക് ഒരനുഗ്രഹമായി തീരണമെങ്കിൽ നീ ജോലി ചെയ്തതുകൊണ്ട് മാത്രമായില്ല, ചെയ്ത ജോലിയെ നീ വിശുദ്ധീകരിക്കണം. ഇതാണ് ദൈവം പഠിപ്പിക്കുന്നത്. 7-ാം ദിവസം ദൈവം എല്ലാത്തിനെയും അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ചേ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്.
വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില